എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞാനും അച്ഛനും അമ്മയും ചേട്ടനും ഈ നാട് വിട്ടു പോകേണ്ടി വന്നു. പക്ഷെ ഡിഗ്രി ഞാൻ ഫെയിലായി. ഡിഗ്രി തോറ്റ ആൾക്ക് ചെയ്യാവുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ തോറ്റ കുട്ടികളെ പഠിപ്പിക്കുക. ഗവൺമെന്റ് എംപ്ലോയിയുടെ ശമ്പളം തീരുമാനിക്കുന്നത് ഗവൺമെന്റാ, എംപ്ലോയി അല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. എൻ്റെ ശമ്പളം, എൻ്റെ റെന്യൂമറേഷൻ ഞാൻ തീരുമാനിക്കണം. അപ്പോൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുക, നിങ്ങൾ വില പറയുക, അത് വാല്യൂ അഡീഷൻ ഉണ്ടാക്കുമെങ്കിൽ ആളുകൾ വാങ്ങാനുണ്ടാകും. അങ്ങനെ ഞാൻ ഇന്ന് വരെ എല്ലാ കൊല്ലവും എൻ്റെ ഫീസ് കൂട്ടും. ഒരു ഘട്ടമായപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായി. നമ്മളെപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുള്ളൂ നമ്മളോട്, പുറത്തേക്കല്ല. ഞാൻ എപ്പോഴും പുറത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാൾ റിസൾട്ട് കിട്ടുന്നത് നമ്മളോട് ചോദിക്കുന്നത്. ഈ വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോൺസെപ്ഷ്യലാണ്, ഫിലോസഫിക്കലാണ്. ആ ഇന്റഗ്രിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഒരു വർക്കഹോളിക്കാണ്, അങ്ങനെ പറയുന്നതിൽ അഭിമാനിക്കുന്ന ആളാണ്. ഈ എന്റർപ്രനേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ പ്രത്യേകത അറിയാം, അവർ രാജാക്കന്മാരാണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ വ്യക്തിത്വപരമായതാണ്. കണ്ടുമുട്ടേണ്ടവരെ ശരിയായ സമയത്ത് കണ്ടുമുട്ടുക എന്നതാണ്. അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. For over 31 years, Madhu Bhaskaran is someone who has inspired more than 25 lakh people, and he's also coached numerous leaders and entrepreneurs. Now this is enough time to understand that people can rarely change. This conversation is about understanding that experience, and it's also about understanding what to do when motivation stops working. Let's dive right in. Madhu sir, thank you for being on our show. സാറിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേണിയാണ്. ആൻഡ് ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ സാറ് വളരെയധികം അറിയപ്പെടുന്നൊരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. യു ആർ എ പേഴ്സണൽ ബ്രാൻഡ് അല്ലേ? ഒരുപാട് ഓൺട്രപ്രണേഴ്സിനൊരു വഴികാട്ടിയാണ് സാർ. ഐ തിങ്ക് യുവർ എക്സ്പീരിയൻസസ് മേ ബി ഓവർ 3 decades അല്ലേ? അപ്പോൾ ഈ ഒരു കാലയളവിൽ സാറ് ഒത്തിരി അധികം ബിസിനസ് ഓണേഴ്സിനെയും ഫൗണ്ടേഴ്സിനെയും ഇവരുടെ വിൻസും ഇവരുടെ ഫെയിലിയേഴ്സും ഒക്കെ വളരെ അടുത്ത് കണ്ടൊരു വ്യക്തി ആണ് സാറ്. അപ്പം സാർ ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ, ബിഫോർ യു ബിക്കെയിം എ മെൻറ്റർ ടു സോ മെനി, ഹൗ ഡിഡ് യുവർ ജേർണി അൺഫോൾഡ്? എപ്പോഴും സാറ് ഇങ്ങനെയൊരു ഡൊമൈനിലേക്ക് തന്നെ വരാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നോ? സാറിൻ്റെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് എങ്ങനെയായിരുന്നു? സാറിൻ്റെ അപ്ബ്രിങ്ങിങ് എങ്ങനെയായിരുന്നു? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഞാൻ ജനിച്ചത് കാലടിയിലാണ്. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞാനും അച്ഛനും അമ്മയും ചേട്ടനും ഈ നാട് വിട്ടു പോകേണ്ടി വന്നു. അച്ഛന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം 2 പെങ്ങന്മാരെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ 4 പേരും തമിഴ്നാട്ടിലേക്ക് പോയി. അങ്ങനെ അതിലൊരു പെങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പെങ്ങൾ മരിച്ചുപോയി. അങ്ങനെ തമിഴ്നാട്ടിൽ അച്ഛന് ചായക്കടയായിരുന്നു, മണപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു തമിഴ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെ നന്നായി പഠിക്കുമായിരുന്നു. +2 വരെ തമിഴ്നാട്ടിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഫിസിക്സിന് ചേർന്നു ഡിഗ്രിക്ക്. ഞാൻ ആ പഠനകാലത്തെല്ലാം നല്ല പഠിതാവായിരുന്നു. നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പൊക്കെ മേടിച്ച് പഠിച്ചതാണ്. പക്ഷെ ഡിഗ്രി ഞാൻ ഫെയിലായി. ഡിഗ്രി ഫെയിലാവാൻ കാരണം ആ സമയത്തൊരു ചിന്ത വന്നു, പഠിക്കുന്നതും ജീവിതവും തമ്മിലൊരു ബന്ധപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ച ടീച്ചർമാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആ കൊല്ലം പരീക്ഷ എഴുതിയില്ല. 4ാമത്തെ കൊല്ലമാണ് ഡിഗ്രി എഴുതിയെടുക്കുന്നത്. അപ്പോൾ ഡിഗ്രി തോറ്റ സമയത്ത് ഈ ചൈൽഡ്ഹുഡ് തൊട്ട് ഒരു റിബൽ ഉള്ളിക്കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുക, എല്ലാവരും പോകുന്ന വഴിക്ക് പോവാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രി തോറ്റുമല്ലോ. ഡിഗ്രി തോറ്റ ആൾക്ക് ചെയ്യാവുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ തോറ്റ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ പേപ്പറിലൊരു ആഡ് കണ്ടു, പേരൽ കോളേജിൽ തോറ്റ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പെരുമ്പാവൂർ ഓൾ സയൻസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ്, പേരൽ കോളേജാണ്. അപ്പോൾ ആ കോളേജിൽ പോയി ഞാൻ ഫിസിക്സാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഫിസിക്സ് പഠിപ്പിക്കാൻ ആളെ വേണം. അപ്പോൾ അങ്ങനെ പോയി. എന്നെ കണ്ടപ്പോൾ അവർക്ക് ബോധ്യം വന്നില്ല. അപ്പോൾ അവർ കുട്ടികളുടെ മുമ്പിൽ ചെയ്ത് ഡെമോ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 7 രൂപ 1 മണിക്കൂർ. അങ്ങനെയാണ് അവിടെ സെഷൻ തുടങ്ങിയത്. 3 സെഷൻ കിട്ടും ഒരു ദിവസം, 21 രൂപ.
21 രൂപ അന്ന് വലിയ അത്യാവശ്യമായിരുന്നു. പക്ഷെ അതിനേക്കാൾ എനിക്കൊരു വലിയ തിരിച്ചറിവുണ്ടായത് എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്ക് വയസ്സ് 21. 21 വയസ്സിൻ്റെ ഇടയ്ക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ആ സമയത്തായിരുന്നു. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ നന്നായിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് തരുന്നൊരു ജോലി. അതേപോലെ എൻ്റെ ക്ലാസ്സിൽ 12 കുട്ടികളുണ്ടായിരുന്നു അവിടെ. ഈ 12 കുട്ടികളും എൻ്റെ ക്ലാസ്സിൽ സ്ഥിരമായി കയറും. അപ്പോൾ എനിക്ക് സന്തോഷം തരുന്ന, എൻ്റെ ഉപഭോക്താവിന് സന്തോഷം തരുന്ന അതല്ലേ യഥാർത്ഥ തൊഴിൽ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ കാലടിയിലെ ഒരു വലിയ പൈസക്കാരൻ്റെ വീട്ടിൽ 2 കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കണം. 500 രൂപ തരും. രാവിലെ ഒരു കുട്ടീനെ, വൈകുന്നേരം ഒരു കുട്ടീനെ. അപ്പം അങ്ങനെ പഠിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ പഠിപ്പിച്ചപ്പോൾ അവർ 2 പേരും നന്നായി പഠിച്ചു. അതിലൊരാൾ ബിസിനസ്സുകാരനാണ്, ഒരാൾ റിനൈ മെഡിസിറ്റിയിലെ സർജനാണ്, ഓർത്തോ സർജനാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ജീവിത ദൗത്യം പഠിപ്പിക്കലാണ് എന്ന്. പക്ഷെ പരമ്പരാഗത പഠിപ്പിക്കലിനോട് താല്പര്യമില്ല. കാരണം 2 കാരണങ്ങൾ. ഒന്ന്, സിലബസ് അവരുണ്ടാക്കി തരും, എനിക്കതിനോട് യോജിപ്പില്ല. എൻ്റെ സിലബസ് ഞാൻ ഉണ്ടാക്കണം. 2, എൻ്റെ റെന്യൂമറേഷൻ അവരാണ് തീരുമാനിക്കുക. ഗവൺമെൻറ് എംപ്ലോയിയുടെ ശമ്പളം തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാ, എംപ്ലോയി അല്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. എൻ്റെ ശമ്പളം, എൻ്റെ റെന്യൂമറേഷൻ ഞാൻ തീരുമാനിക്കണം. അപ്പോൾ ഇതിന് പറ്റിയത് എന്താണ് എന്ന് തോന്നിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ട്രെയിനിങ്. അപ്പോൾ 93 ജീവിതത്തിൽ ആദ്യമായി ഒരു ട്രെയിനിങ് ചെയ്യുന്നത്. അത് സമീക്ഷ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ ഒരു ട്രെയിനിങ് പങ്കെടുക്കാൻ പോയതാണ്. ലീഡർഷിപ്പിനെ കുറിച്ചൊരു ടോപ്പിക്കായിരുന്നു. സെബി പുല്ലേലി എന്ന് പറയുന്ന ഇന്ന് തൃശ്ശൂർ കോടതിയിലെ അഡ്വക്കേറ്റ് അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റിനെ കുറിച്ച് ഞാൻ ഒരു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ എന്നോട് ചോദിക്കരുത്, സംഘാടകരോട് ചോദിക്കാൻ പറഞ്ഞു. സംഘാടകർ സംശയത്തോടു കൂടി അനുവദിച്ചു. 10 മിനിറ്റ് തരാം, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞ് കയറി. ഞാൻ 55 മിനിറ്റ് അന്ന് ക്ലാസ് എടുത്തു. സംഘാടകർ ഒന്നും പറഞ്ഞില്ല, നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു ഇതാണ് നമ്മുടെ തൊഴിലെന്ന്. പക്ഷെ വരുമാനമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം പെട്രോൾ പമ്പിൽ, ആ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയ കുട്ടികളുടെ അച്ഛന് പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു. പിന്നെ ഇവിടെ എറണാകുളത്ത് കൊറിയറിൽ ജോലി ചെയ്തു. ഈ സമയങ്ങളെല്ലാം ഞായറാഴ്ചകളിൽ പഠിപ്പിക്കാൻ പോവായിരുന്നു. 11 കൊല്ലം കഴിഞ്ഞപ്പോൾ ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി, വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആദ്യമായി ഇതിനൊരു പ്രൊഫഷനാക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ ആദ്യമായി പറഞ്ഞ ഫീസ് 2000 രൂപയാണ്. അത് പറയാൻ ഞാൻ 1.5 ദിവസം പ്രാക്ടീസ് ചെയ്തു. കാരണം പൈസ പറയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത്, വിൽക്കുന്നവനാണ് പ്രോഡക്റ്റിന്റെ വില പറയേണ്ടത്, വാങ്ങുന്നവനല്ല. വാങ്ങുന്നവൻ വില പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് പ്രോഡക്റ്റ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുക, നിങ്ങൾ വില പറയുക. അത് വാല്യൂ അഡീഷൻ ഉണ്ടാക്കുമെങ്കിൽ ആളുകൾ വാങ്ങാനുണ്ടാകും. അങ്ങനെ ഞാൻ ഇന്ന് വരെ എല്ലാ കൊല്ലവും എൻ്റെ ഫീസ് കൂട്ടും. അത് പൈസ ഉണ്ടാക്കാനുള്ളതല്ല, ആ വാല്യൂ പ്രൊപ്പോർഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഇത് സാറിൻ്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരുന്നു, അതോ സാറിന് ആരെങ്കിലും പകർന്നു തന്ന, ബിസൈഡ്സ് ദിസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്? ഞാൻ തെരുവിൽ നിന്ന് വന്നതാണ്. ഞാനൊരു ഫോർമൽ, ഞാൻ ഡിഗ്രി ഫെയിൽ ആയതിനു ശേഷം 4ാമത്തെ കൊല്ലം ഡിഗ്രി ചെയ്തെടുക്കുന്നത്. പിന്നീട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മാനേജ്മെൻറ്റിലൊരു PG ചെയ്യുന്നത്. അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. ഇപ്പം ഞാൻ PhD ചെയ്യുന്നുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ പഠിച്ചെടുത്തതാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അങ്ങനെ ഇല്ല. പക്ഷെ ഒരുപാട് പേര് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകും, പുറത്തൊക്കെ ഞാൻ എല്ലാ കൊല്ലവും പോകും. പിന്നെ പുസ്തകങ്ങൾ അങ്ങനെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമോ, എന്തെങ്കിലും നിങ്ങളുടെ അപ്രോച്ചുകൾ. ഞാനും യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന യൂട്യൂബും ഞാൻ ചെയ്യുന്ന യൂട്യൂബും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങളുടെ സമീപനങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്നെ അപേക്ഷിച്ചൊരു ലേണിംഗ് ആണ്. ഓക്കെ സാർ, അപ്പം ഈ പറയുന്ന ഈ കാലയളവിൽ നേരത്തെ പറഞ്ഞല്ലോ സാർ വളരെ ഗ്രാസ് റൂട്ട് ലെവൽസിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു ആളുമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യു സംഡ് ഇറ്റ് അപ്പ് സെയിങ് ദാറ്റ്
ഓക്കെ, നമ്മൾ ഒരു സെല്ലറാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില എന്താണെന്നുള്ളതും അത് ബയർ നിശ്ചയിക്കാൻ ഇടയുണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ക്വാളിറ്റി ഇസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്നുള്ളതാണ് അല്ലേ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ ജേർണിയിൽ ഹൗ ഹവ് യു സീൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ? സാറിൻ്റെ ഏർലി ഓൺ ആ കാലഘട്ടങ്ങളിലും, ഇപ്പോൾ ഈ പറയുന്ന പോലെ സാർ പെട്രോൾ ബങ്കിൽ വർക്ക് ചെയ്തു, കൊറിയറിൽ വർക്ക് ചെയ്തു, അതേപോലെ യു ഹവ് ഈവൻ ട്രെയിൻ പീപ്പിൾ. ഈ കാലയളവിൽ അത്രയും തന്നെ ആൾക്കാരുടെ ബിഹേവിയറൽ ചേഞ്ചസ് സാർ നോട്ടീസ് ചെയ്ത എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടോ? ഓരോ മേഖലയിലും ഓരോ ആളുകളുടെ പെരുമാറ്റങ്ങളും ചിന്താരീതികളും വ്യത്യാസമാണല്ലോ. ഇപ്പോൾ ഉദാഹരണം, തുടക്കകാലത്ത് ഞാൻ ട്രെയിനിങ് ചെയ്തിരുന്നത് ഈ വിദ്യാർത്ഥികളുടെ ഇടയ്ക്കാണ്. വിദ്യാർത്ഥികൾ, പേരൻസ്, പിന്നെ ടീച്ചേഴ്സ്, കുറച്ച് കഴിഞ്ഞപ്പോൾ സന്നദ്ധ സംഘടനകൾ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കമ്പനിയിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തുടക്കകാലത്ത് ട്രെയിനിങ്ങുകൾ ചെയ്തിരുന്നത്. ഒരു ഘട്ടമായപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായി. നമ്മളെപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുള്ളൂ നമ്മളോട്, പുറത്തേക്കല്ല. ഞാൻ എപ്പോഴും പുറത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാൾ റിസൾട്ട് കിട്ടുന്നത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അങ്ങനൊരു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് ഒരു പ്രസക്തമായൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു. അത് ഒരു 10-12 കൊല്ലം മുമ്പ്. ആ ചോദ്യത്തിനൊരു കാരണമുണ്ട്. ഞാൻ ആന്റണി റോബിൻസിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സിംഗപ്പൂരിൽ പോയിരുന്നു. അപ്പൊ അന്ന് ആന്റണി റോബിൻസ് 6 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സിംഗപ്പൂർ വരികയാണ്. സിംഗപ്പൂരാണ് ഏഷ്യയിൽ ആദ്യമായിട്ട് അദ്ദേഹം വരുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി. എനിക്ക് അദ്ദേഹത്തിന്റെ കണ്ടന്റ് എന്നെ ഇൻസ്പയർ ചെയ്തില്ല. കാരണം ഞാൻ ആ കണ്ടന്റുകൾ സ്ഥിരം പഠിക്കുകയും വായിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ വെച്ച് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, അദ്ദേഹത്തിന്റെ ടെസ്റ്റിമോണി പറഞ്ഞവരെല്ലാം ഡിസിഷൻ മേക്കേഴ്സാണ്. ബിൽ ക്ലിന്റൺ, ആന്ത്രിയ കാസി, സെറീന വില്യംസ്, ദേ ആർ ദ ഡിസിഷൻ മേക്കേഴ്സ്. അന്ന് വരെ എൻ്റെ ടെസ്റ്റിമോണി പറഞ്ഞവർ ഡിസിഷൻ മേക്കേഴ്സ് അല്ല, ദേ ആർ ദ ഫോളോവേഴ്സ്. കറക്റ്റ്. സാധാരണ മനുഷ്യന്മാർ. ഞാൻ അവരെ സ്വാധീനിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നത് ഡിസിഷൻ മേക്കറെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് എന്ന തിരിച്ചറിവ് എനിക്ക് അവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഞാൻ റീതിങ്ക് ചെയ്യുന്ന എൻ്റെ പ്രോസസ്സിനെ. ആരാണ് ഡിസിഷൻ മേക്കർ? പ്രധാനമായി ഒരു രാജ്യത്ത് 2 കൂട്ടരാണ് ഡിസിഷൻ മേക്കേഴ്സ്. ഒന്ന് പൊളിറ്റീഷ്യൻസ്, 2 ബിസിനസ് പീപ്പിൾ. പൊളിറ്റീഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇപ്പോഴും എനിക്ക് പൂർണ്ണമായി ആയിട്ടില്ല എന്നതുകൊണ്ട് ബിസിനസ്സുകാരെ ഡീൽ ചെയ്യണം. അങ്ങനെയാണ് നമ്മളൊരു 10-12 കൊല്ലം മുമ്പ് അത് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2016 സമഗ്ര എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്യുന്നത്. 2019 വളരെ ആക്റ്റീവായിട്ട് അതിൽ ഫുൾ ടൈം നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ 10-12 കൊല്ലം മുമ്പേ ഇതിനെ നിരീക്ഷിക്കാനും ലേൺ ചെയ്യാനും തുടങ്ങി. സ്ട്രോങ് ആയിട്ട് അത് ചെയ്യാൻ തുടങ്ങി. ഇത് 19. അപ്പം ഈ സമഗ്ര എന്ന് പറയുന്ന സാർ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ വാല്യൂ സിസ്റ്റംസ് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഈ വാല്യൂ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ പർപ്പസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അത് വ്യക്തിയായാലും സ്ഥാപനമായാലും. എന്തിനാണ് എന്ന ചോദ്യം. എന്തിനാണെന്നുള്ള ചോദ്യം. നിങ്ങൾ എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ എന്തിനാണ് ഇപ്പോൾ അവിടെ പോകുന്നത്? ഈ വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ്. കോൺസെപ്ഷ്യലാണ്, ഫിലോസഫിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് എല്ലാവർക്കും ഇല്ലാത്തതും. ആ കോൺസെപ്ച്വൽ സ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല. അത് കുറച്ച് ആളുകൾക്കേ ഉണ്ടാവുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യപ്പെടേണ്ട ഒരു സ്കില്ലാണ്. അപ്പോൾ ആ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യന് ഒരു ആൻസർ വേണം. അങ്ങനെ ഒരു ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1, എനിക്ക് ബോധം വെച്ച കാലത്തെ, അതായത് ട്രെയിനിങ്ങിൽ വന്നിട്ട് ട്രെയിനിങ്ങിനെ ഒന്ന് സീരിയസ് ആയി എടുക്കുന്ന തുടങ്ങത്തേ ഞാൻ എൻ്റെ വഴി കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ട് ഹൗ എനിക്ക് പ്രശ്നമേ ആയിരുന്നില്ല. നമ്മളെപ്പോഴും അന്വേഷിക്കുന്ന ഹൗവിനെയാണ്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കോളൂ, ഹൗ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുക. എങ്ങനെ പണക്കാരനാവാം, എങ്ങനെ നല്ല യൂട്യൂബർ ആവാം, എങ്ങനെ മില്ലീനിയർ ആവാം, എങ്ങനെ നല്ല സെയിൽസ്മാൻ ആവാം, എങ്ങനെ നല്ല ക്യാമറാമാൻ ആവാം, എങ്ങനെ എന്നതിലാണ് ആളുകൾക്ക്. അതുകൊണ്ട് എപ്പോഴും ടൈറ്റിൽസ് ഹൗ ഇട്ടിട്ടാണ് ഇടുക യൂട്യൂബിൽ.
പക്ഷെ പ്രൈമറി ക്വസ്റ്റ്യൻ ഹൗ അല്ല, വൈ ആണ്. പക്ഷെ വൈ ഇട്ടാൽ കുറേ പേര് കേൾക്കില്ല, കാരണം വൈ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൈ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ വൈ പൂർത്തീകരിക്കാൻ നമ്മൾ പിന്നെ അന്വേഷിക്കുന്നതാണ് അത് എങ്ങനെ നടപ്പാക്കും. അപ്പോഴാണ് നമ്മൾ ഗോളുകൾ വരുന്നത്. നമ്മൾ നമ്പർ 1 ട്രെയിനർ ആവണം, ഇല്ലെങ്കിൽ ഇന്ന ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യണം. അത് ആ വൈ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം രണ്ടാമത്തത് ഗോൾ വരുന്നു. ഈ ഗോൾ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും. ഈ ഗോളിലേക്കുള്ളൊരു യാത്രയുണ്ടല്ലോ, അതിൽ കുറേ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇപ്പം എനിക്കിവിടെ വരണമെങ്കിൽ എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് തിരിഞ്ഞുകൂടാ എന്ന് എനിക്കൊരു ഗൈഡൻസ് വേണം. ആ ഗൈഡൻസ് ആണ് വാല്യൂസ്. ഈ വാല്യൂസ് നിങ്ങൾ ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ കിടന്ന് തപ്പും. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരണമെങ്കിൽ വ്യക്തിക്കും വാല്യൂസ് വേണം, സ്ഥാപനത്തിനും വാല്യൂസ് വേണം. അപ്പം സമഗ്രയ്ക്ക് കൃത്യമായ 5 വാല്യൂസ് ഉണ്ട്. അത് ഫൗണ്ടറുടെ വാല്യൂ ആയിരിക്കും പൊതുവേ. കാരണം ഫൗണ്ടറുടെ ഒരു പെർസോണയാണ് സ്ഥാപനം, വകഭേദമാണ്. അപ്പോൾ ഫൗണ്ടറുടെ ഒരു വാല്യൂസ് ആണ് പൊതുവേ സ്ഥാപനത്തിന് വരിക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വാല്യൂസ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ എന്ത് ഗോൾ സെറ്റ് ചെയ്താൽ എന്ത് പർപ്പസ് ഉണ്ടെങ്കിൽ ഒരു ആക്ഷൻ വേണമല്ലോ. ഈ ആക്ഷൻ തീരുമാനിക്കുന്നത് വാല്യൂസ് ആണ്. ഒരു ഉദാഹരണം, ഞാനൊരു കടയിൽ ചെന്നു, 300 രൂപയുടെ സാധനം വാങ്ങിച്ചു, 500 രൂപ കൊടുത്തു. അയാൾ എനിക്ക് 200 രൂപ തിരിച്ച് തരണം. പക്ഷെ അയാൾക്ക് തെറ്റിപ്പോയി, അയാൾ 300 രൂപ തിരിച്ചു തന്നു. 100 രൂപ എക്സ്ട്രാ ഉണ്ട്. അയാൾ അറിഞ്ഞിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല, അറിയാനും പാടില്ല. ഞാൻ മാത്രമേ അറിയൂ 100 രൂപ എക്സ്ട്രാ വന്നു. എൻ്റെ മുമ്പിൽ 2 തരം ആക്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ 100 രൂപ നിങ്ങൾക്ക് തെറ്റിയിട്ട കേട്ടോ, 100 രൂപ എക്സ്ട്രാ തന്നിരിക്കുകയാണ്, പിടിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കാം. 2, അത് വെറുതെ നമുക്ക് കിട്ടിയതല്ലേ, നമ്മളത് കളയേണ്ട ആവശ്യമില്ല, ദൈവം നമ്മളെ അനുഗ്രഹിച്ചതാണ്, പോക്കറ്റിലിട്ടിട്ട് വരാം. ഇതിലേത് പ്രവൃത്തിയാണ് ശരിയെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ ആണ്. അതാണ് വാല്യൂസ്. ആ വാല്യൂ വെച്ചിട്ടാണ് നിങ്ങളത് ശരിയോ തെറ്റോ തീരുമാനിക്കുന്നത്. ചിലർക്ക് കള്ളുകൂടി തെറ്റാണ്, ചിലർക്ക് കള്ളുകൂടി കുഴപ്പമില്ല, അതവരുടെ വാല്യൂസ് ആണ്. അപ്പൊ ഈ വാല്യൂസ് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷനിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. എക്സ്റ്റൻഷൻ ഓഫ് ദ പേഴ്സൺ. പേഴ്സണെ എങ്ങനെയാണ് അതിൽ എന്ത് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയും, കൊലാബറേറ്റ് ചെയ്യുമ്പോൾ, പാർട്ട്ണർഷിപ്പ് കൂടുമ്പോൾ, ഭാര്യ ഭർത്ത ബന്ധം ഉൾപ്പെടെ ആദ്യം നോക്കേണ്ടത് വാല്യൂ സിസ്റ്റമാണ്. എൻ്റെ ഇപ്പോൾ ഉദാഹരണം, കൊടുക്കുന്ന വാല്യൂ ആണ് എൻ്റെ. ഭാര്യ കൊടുക്കുന്നതിനെതിരുള്ള ആളാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. നമ്മൾ നമ്മുടെ സഹോദരനോടോ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്തിനാ നിങ്ങൾ കൊടുക്കണേ, എന്തിനാ നിങ്ങൾ നശിപ്പിക്കണമെന്ന് അവർ ചോദിക്കും. അത് ആ വാല്യൂ സിസ്റ്റം അലൈൻ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സാറിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ വാല്യൂ സിസ്റ്റംസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് എംപവറിങ് പീപ്പിൾ എന്നാണ്. നമ്മൾ ആരോട്, നമ്മൾ തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകുമ്പോൾ, ഞാൻ ഇവിടുന്ന് എണീറ്റ് പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്, ഈ 20 മിനിറ്റിൽ, ഈ 30 മിനിറ്റിൽ ഞാൻ എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ നിങ്ങൾക്ക് കൊടുത്തുവോ? നിങ്ങൾ ഈ ക്യാമറ ഈ വീഡിയോ റിലീസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ കിട്ടിയോ? കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങളെ എംപവർ ചെയ്യാൻ സഹായിച്ചു എന്നതാണ്. അപ്പോൾ എംപവറിങ് പീപ്പിൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ എംപവറിങ്. രണ്ടാമത്തത്, നിങ്ങളൊരു കണ്ടിന്യൂസ് ലേണറാണോ? ഞാൻ നിരന്തരമായി പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് ലേണിംഗ് നിർത്തിയോ അന്ന് മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ രണ്ടാമത്തത്, നിങ്ങൾ ലേണറാണോ? മൂന്നാമത്തത്, നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണോ എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും കമ്മിറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. എന്താ കാരണം ചോദിച്ചാൽ, കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ചെയ്താൽ ശവം ചെയ്യുന്നു എന്നാണ് അർത്ഥം. ജീവനുള്ളതിനർത്ഥമാണ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ അത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്യണം. കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? നാലാമത്തത്, ഇൻറ്റഗ്രിറ്റി ഉണ്ടോ? ഞാൻ നിങ്ങളോട്
മദ്യപാനം ശരിയല്ലെന്ന് പറയുകയും ഇന്ന് വൈകുന്നേരം ഞാൻ ബാറിൽ കയറി മദ്യപിക്കുകയും ചെയ്യുന്നത് ഇൻ്റഗ്രിറ്റി അല്ല. ഒരു ട്രെയിനറാവാൻ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണെന്ന് ഞാൻ കരുതുന്നു. കുടുംബജീവിതത്തിനെ കുറിച്ച് പറയുകയും പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയും അച്ഛനമ്മ എൽഡേഴ്സ് ഹോമിലാക്കുകയും ചെയ്യുന്നത് ഭൂലോക പാപമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഇൻ്റഗ്രിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ്? എളിമയെക്കുറിച്ച് പറയുകയും നിങ്ങൾ ഒടുക്കത്തെ ചാടി അടിക്കുകയും ചെയ്യുന്നത് 4ാമത്തെ വാല്യൂ. 5ാമത്തെ വാല്യൂ പാഷനേറ്റ് ആയിട്ടിരിക്കുക എന്നാണ്. ജീവൻ വരുന്നത് അവിടെയാണ്. എത്ര ഞാൻ ട്രെയിനിങ് തുടങ്ങുമ്പോൾ ആളുകളോട് പറയും, ട്രെയിനിങ് അവസാനിക്കുമ്പോൾ എൻ്റെ എനർജി ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾ തന്ന പൈസ ഞാൻ തിരിച്ചു തരും, ചിലവായ പൈസയും തരും. എന്താ കാരണം ചോദിച്ചാൽ, എന്നോട് ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ ട്രെയിനിങ് ചെയ്യണേന്ന് ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ ട്രെയിനിങ് ചെയ്യണേ? അപ്പം ഞാൻ ചോദിച്ചു, ചെയ്തില്ലെങ്കിൽ ചത്തുപോകും, അതുകൊണ്ട് ചെയ്യുന്നതാണ്. ബ്രീത്തിങ് ആണത്. ബ്രീത്ത് ചെയ്യുന്ന ഒരാൾക്കും ക്ഷീണം അനുഭവപ്പെടില്ല. ജോലി ചെയ്താൽ ക്ഷീണം ഉണ്ടാകുന്നുള്ളത് പച്ച കള്ളമാണ്. ബ്രീത്ത് ചെയ്ത ആരെങ്കിലും പറയൂ, ഞാൻ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ബ്രീത്ത് ചെയ്തു, ഞായറാഴ്ച റെസ്റ്റ് എടുത്തേക്കാം. ബ്രീത്തിങ് ബോറടിക്കില്ല. ചെയ്യുന്ന ജോലി ബോറടിക്കുന്നു എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അത് നിങ്ങൾ ബ്രീത്തിങ്ങിനെ പോലെ ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ ഈ പറയുന്ന സ്റ്റോറി ചിലപ്പോൾ 1000 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഓരോ തവണ പറയുമ്പോഴും അതിന് പുതുമയുണ്ട് എനിക്ക്. കാരണം അതെൻ്റെ ബ്രീത്തിങ് ആണ്. ഓരോ ബ്രീത്തിലും ഞാൻ ആസ്വദിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ അപേക്ഷിച്ച് അതൊരു റിപ്പീറ്റേഷനാണോ എന്നല്ല, ഞാനതിനെ ആസ്വദിക്കുന്നു എന്നതാണ്. സാർ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ആ പാഷൻ എന്ന് പറയുന്ന ഒരു ആശയമുണ്ടല്ലോ, ഇത് ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. സാറ് ഒത്തിരിയേറെ ഓൺടർപ്രണേഴ്സിനെ കണ്ടൊരാളും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെ ആൾക്കാർ അവരവരുടെ രീതിയിലാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാഷൻ എന്ന് പറയുന്നത് അതിനൊരു നെഗറ്റീവ് ഒബ്സെഷനും ഉണ്ട്, ഒരു പോസിറ്റീവ് ഒബ്സെഷനും ഉണ്ട്, റൈറ്റ്? അത് ഈ രണ്ടിൻ്റെയും ഫ്ലിപ്പ് സൈഡ്സ് സാർ കണ്ടിട്ടുള്ളതാണ്. നല്ല വശവും മോശം വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബ്ലി ഇതിൻ്റെ പുറകെ തന്നെ ഒബ്സെസ്ഡായിട്ട് വെച്ച് പിടിക്കുക, ബാക്കിയെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട്, ലെറ്റ്സ് സേ ഫാമിലി എന്ന് പറയുന്ന ഇക്കോസിസ്റ്റം, അതെല്ലാം കൊണ്ടും ഇഗ്നോർ ചെയ്തിട്ട് സ്റ്റിൽ ദേ വിൽ സേ ദിസ് ഇസ് പാഷൻ, ദിസ് ഇസ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വ്യാഖ്യാനം. നേരെ മറിച്ച് വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഐ എം നോട്ട് എ ബിലീവർ ഓഫ് വർക്ക് ലൈഫ് ബാലൻസ്. ഞാനത് ഒരു വർക്ക് ലൈഫ് ഹാർമണി എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. ഒരു ഫൗണ്ടറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. അതായത് ദർ ഇസ് നോ ഡിഫൈൻഡ് ടൈം അറ്റ് വിച്ച് യു ക്യാൻ ഡു വേരിയസ് തിങ്സ്. നമ്മൾ ഇതിന് ഒപ്പം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ. സാർ ഈ രണ്ട് വശവും കണ്ടിട്ടുള്ള ആളാണ്. അപ്പം വാട്ട് ഈസ് യുവർ ടേക്ക് ഫ്രം യുവർ എക്സ്പീരിയൻസ്? ഹൗ ഹവ് യു സീൻ ഫൗണ്ടേഴ്സ് ഡു ഇറ്റ് വെൽ ആൻഡ് ഫൗണ്ടേഴ്സ് ഡു ഇറ്റ് നോട്ട് സോ വെൽ? ഞാൻ ഒരു ദിവസം ആവറേജ് 13 മണിക്കൂർ പണിയെടുക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു വർക്കഹോളിക്കാണ്. അങ്ങനെ പറയുന്നതിൽ അഭിമാനിക്കുന്ന ആളാണ്. പലരും പറയും വർക്കഹോളിക് ആവാൻ പാടില്ല എന്ന് പറയും. അങ്ങനെയല്ല, ഞാൻ വർക്കഹോളിക്കാണ്. അത് എവിടെയും പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ വർക്കിനെ ഞാൻ ഭയങ്കരമായി ആസ്വദിക്കുന്നു. അത് എന്നെ അപേക്ഷിച്ച് വർക്കല്ല, അത് എന്നെ അപേക്ഷിച്ച് ഒരു നൃത്തം ചെയ്യുന്ന പോലെ, ഒരു പാട്ട് കേൾക്കുന്ന പോലെ, ചില ആളുകൾക്ക് ഇഷ്ടമുള്ള അതുപോലെ എനിക്കത് ഇഷ്ടമാണ്. ഞാൻ അത് ചെയ്യുമ്പോൾ എൻ്റെ ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ചുറ്റിപ്പറ്റിയ ആളുകളുമുണ്ട്. ഇതിൽ ഞാൻ എത്ര കൺസേൺ ആണ്? എൻ്റെ മാത്രം സുഖമാണോ? കാരണം നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ കൺസിഡറേഷൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ബാലൻസ് ചെയ്യും. അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയിലാണ്. എൻ്റെ വീട്ടിൽ 94 വയസ്സായ അച്ഛനുണ്ട്, 86 വയസ്സായ അമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഭാര്യയുടെ അമ്മയും ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിന് നമുക്ക് അതിൻ്റേതായ പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ
ഈ വരുന്ന മറ്റന്നാൾ ഞാൻ എൻ്റെ ഫാമിലിയുമായി സിംഗപ്പൂർ പോവാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നല്ല തിരക്കാണ് ഞങ്ങളുടെ ആനുവൽ മീറ്റൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരാഴ്ച ഞങ്ങൾ 4 പേർ മാത്രമുള്ള ഒരു ലോകമാണ്. അപ്പോൾ അത് അവർക്ക് അടുത്ത ഒരു കൊല്ലത്തേക്കുള്ളൊരു ഊർജ്ജമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം, ഒരു സാധനം കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്നതാണ്. അതിന് പകരം നിങ്ങൾ 5 മണിക്കൂർ കൊടുത്തു. ഈ 5 മണിക്കൂറും നിങ്ങൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്നു, ഭർത്താവിൻ്റെ കൂടെ ഇരുന്നു എന്ന് പറയുന്നത് ഒരു അങ്ങനെയല്ല. അപ്പോൾ അതിന് ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് തന്നെ പല ഹോട്ടൽസിലും മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു രാത്രി ഞങ്ങൾ ഒന്നിച്ചു പോയി താമസിക്കും. ഈ എറണാകുളത്ത് വീട് തൊട്ടടുത്താ. എങ്ങനെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ആ രാത്രി വെറുതെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, സ്വിമ്മിങ് പൂളിൽ പോയി കുളിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത് ഭാര്യയ്ക്കായാലും ശരി, മക്കൾക്കായാലും ശരി, ആ സമയം കൊടുക്കാൻ. നിങ്ങൾ വലിയ ബിസിനസ്സുകാരനായി, മക്കൾ കഞ്ചാവ് വലിച്ചു നടക്കുന്നു, ഭാര്യ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ സംതൃപ്തിയല്ല. അതൊരു ജീവിതമാണെന്ന് ഞാൻ പറയില്ല. അപ്പം അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം ഒരാൾക്ക്. അങ്ങനെയാണെങ്കിൽ നല്ലത് വരുള്ളൂ എന്നാണ് സാറിൻ്റെ ഈ എക്സ്പീരിയൻസ് എന്ന് ഈ പറയുന്ന പോലെ പേര് പറയണമെന്നില്ല, പക്ഷേ എങ്കിൽ ഹാവ് യു സീൻ ഫൗണ്ടേഴ്സ് മിസ്റ്റേക്ക് പാഷൻ ഇൻ എ ഡിഫറെൻറ്റ് വേ, അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവരെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ച് സാറിന് പലപ്പോഴുമായിട്ടും തോന്നിയിട്ടുണ്ടോ? അതായത് എത്രയൊക്കെ വാല്യൂസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചാലും, ഈ പറയുന്ന പോലെ ഈ വൈ എന്ന് പറയുന്ന റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും there will be certain people who still don't get it, or you have to repeatedly say this to them. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മൾ തമ്മിൽ ഇത് ഡിസ്കസ് ചെയ്തതല്ലേ എന്ന് വീണ്ടും റീഐറ്ററേറ്റ് ചെയ്യേണ്ട പല ഘട്ടങ്ങളും വന്നിട്ടുണ്ടാവില്ലേ? കാരണം ഒരുപാട് ഈഗോസായിട്ട് സാർ ഈ കാലയളവ് കൊണ്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം സാറ് നോട്ടീസ് ചെയ്ത് അങ്ങനെ ഈ ഓൺട്രപ്രനേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ പ്രത്യേകം അറിയോ, അവർ രാജാക്കന്മാരാണ്. രാജാവിനെ പഠിപ്പിക്കുന്നത് എളുപ്പമല്ല. ആദ്യത്തെ കാര്യം, രാജാവാണ് ആ രാജ്യത്തിലെ ഏറ്റവും വലിയ ആള്. രാജാവാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അയാളുടെ ഈഗോ അയാളെ സമ്മതിപ്പിക്കില്ല എന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിറ്റി, കേരളത്തിൽ ട്രെയിനർമാർ തുടങ്ങിയ കമ്മ്യൂണിറ്റിയിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി എൻ്റെ ആയിരുന്നു. പിന്നീട് കുറേ പേര് തുടങ്ങി. അപ്പോൾ ആ കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഒരു ഓൺട്രപ്രണറെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് ഒരു കാര്യത്തിന് പോകുമ്പോൾ. ഒരു മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഒരു കൂട്ടായ ആളുകളെ കൊണ്ടുവരിക? നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇന്ന് 10 കോടി തൊട്ട് 2300 കോടി വരെ ചെയ്യുന്ന ആനുവൽ ടേൺ ഓവർ ചെയ്യുന്ന 100ഓളം ആളുകൾ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ മഹാ അത്ഭുതമായിട്ട് ആളുകൾ ചോദിക്കും, എങ്ങനെയാണ് ഇവരെ കൂട്ടി? നിങ്ങൾ അവരുടെ മീറ്റിങ്ങിനൊക്കെ പറയണം, ഭയങ്കര കൂട്ടായ്മയാണ് ഇവർ, ഭയങ്കര സപ്പോർട്ടാണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യും. എങ്ങനെയാണ് ഇത് കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ, ഒരു കൊലാബറേറ്റീവ് കൾച്ചർ തുടക്കത്തെ ക്രിയേറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായി. ഒരു ലേണിംഗ് കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ ഈഗോ കുറച്ച് ശമിക്കും. എന്നാൽ ഇത് പൊങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളൊരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഒരു മോഡലാവണം. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളെയും, എനിക്ക് വയസ്സ് 55ആയി, അതിലൊരു 31 വയസ്സുകാരനുണ്ട്, അയാളെയും ഞാൻ സാറേന്നെ വിളിക്കുള്ളൂ. അപ്പോൾ ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവർ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നു, അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിരന്തരമായി പഠിക്കുന്നു. ഈ അവരുടെ ലോകത്ത് അവർ രാജാക്കന്മാരായതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്കിങ്ങനെ പൊങ്ങും. നമ്മൾ ആ സമയത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഏത് മെത്തേഡുകളാണ്, ചിലപ്പോൾ സ്നേഹത്തിലൂടെ ആയിരിക്കും, ചിലപ്പോൾ കർക്കശമായ കാര്യങ്ങളിലൂടെ ആയിരിക്കും, ചിലപ്പോൾ. എന്നാൽ ഇത് റിപ്പീറ്റായിട്ട് പലപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. ഉദാഹരണം, ഇവർ ഹെൽത്ത് നോക്കില്ല, കുടുംബം നോക്കില്ല. അപ്പം നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ഫാമിലി മീറ്റ് സംഘടിപ്പിക്കും, ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് മുൻഗണന കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ എവിടെയാണോ ഇവർ വീക്കായിരിക്കുന്നത് അവിടേക്ക് നമ്മൾ ബോധപൂർവമായ ശ്രമം നടത്തും. അറ്റാച്ച്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെയാണ് ഡിറ്റാച്ച്മെൻറ്റും, അല്ലേ? ഇൻ സർട്ടൻ കൈൻഡ്സ്. എനിക്ക് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ കുറച്ച് പേടിക്കുന്ന വാക്കാണ്. ലോകത്തൊന്നിനോടും അറ്റാച്ച്ഡ് ആവരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ.
ഓക്കെ. നിങ്ങളുടെ ബിസിനസ്സിനോടും നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ മക്കളോടും അറ്റാച്ച്ഡ് ആവരുത്. പക്ഷെ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. രണ്ടും രണ്ടാണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയോട് കമ്മിറ്റഡ് ആണ്, അറ്റാച്ച്ഡ് അല്ല. കാരണം അറ്റാച്ച്മെന്റ് ഒരു ഡിപ്പെൻഡൻസിയാണ്. നിങ്ങൾ അറ്റാച്ച്ഡായ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രശ്നത്തിലാവും. നിങ്ങൾ പ്രശ്നത്തിലാകുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ബിസിനസ്സുമായി ഭയങ്കര അറ്റാച്ച്ഡായി, ബിസിനസ് ഏത് സമയത്തും നഷ്ടപ്പെടാം. ഈ ലോകം മുഴുവൻ അൺസേർട്ടൻ ആണ്. കറക്റ്റ്. നിങ്ങളുടെ ഭാര്യ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടാം. നിങ്ങൾ ഭാര്യയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയാൽ അവരുടെ നഷ്ടം നിങ്ങളെ ഇല്ലാതാക്കി കളയും. പക്ഷെ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനോട് കമ്മിറ്റഡ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് 100% സ്റ്റേക്ക് ഉള്ള ഒരു എൻ്റർപ്രനർ സ്റ്റേക്ക് വേറെ ആൾക്ക് കൊടുക്കാത്തത്? അയാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, പൊസസീവാണ്. എല്ലാം അയാൾക്ക് തന്നെ വേണം. അയാൾ പുറത്തേക്ക് ചെയ്യില്ല. ഒരാൾ IPOക്ക് പോകത്ത് എന്തുകൊണ്ട്? IPO പുറത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആവരുത്. ഇത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇത് ലോകത്തിന് അവകാശപ്പെട്ടതാണ്. നിങ്ങളതിൻ്റെ ഫൗണ്ടറായി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് കേൾക്കുന്നത് കേട്ടോ. ഐ കംപ്ലീറ്റ്ലി എഗ്രി ഓൺ ദ ബിസിനസ് സൈഡ്, ബട്ട് ഐ എം സ്റ്റിൽ നോട്ട് ഏബിൾ ടു ഗെറ്റ് മൈ ഹെഡ് അറൗണ്ട് വാട്ട് യു സെഡ് അറൗണ്ട് ദ പേഴ്സണൽ സൈഡ്. എൻ്റെ ഭാര്യയോട് ഞാൻ ഈ കോൺസെപ്റ്റ് ആദ്യം പറഞ്ഞപ്പോൾ ഭാര്യ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എങ്ങനെയാണ്? ബേസിക്കലി യു ആർ ഇൻഡിവിജ്വൽ. ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത്. പക്ഷേ ഈ ഇൻഡിവിജ്വലിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് വേറെ എല്ലാം കൂടുമ്പോഴാണ്. അതെ. ആ കൂടൽ ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവരുത്. നിങ്ങൾ അറ്റാച്ച്ഡ് ആയാൽ ഭയങ്കര എമോഷണലാണ് നിങ്ങൾ. നമ്മൾ പറയില്ലേ, ഞാൻ നിങ്ങളുടെ തോളത്ത് കൈയിട്ട് നടന്നു, കൊല്ലങ്ങൾ തോളത്തിട്ട് കൈയിട്ട് നടന്നു, ഞാൻ തോളിൽ നിന്ന് കൈയെടുത്തു, നിങ്ങളുടെ പ്രവൃത്തി നിലച്ചു പോകും. കാരണം എൻ്റെ കൈ നിങ്ങളുടെ തോളിൻ്റെ ഭാഗമായി മാറി. ഞാൻ തോളെടുത്ത് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ കുറച്ചു കാലം എൻ്റെ കൈക്ക് വേണ്ടി കാത്തിരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ തോളത്ത് കൈയിട്ടത് നിങ്ങളെ ഇല്ലാതാക്കാനാണ്. അത് നിങ്ങളുടെ ഭാഗമാകരുത്. അതാണ് അറ്റാച്ച്മെന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൈ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതാകും. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാം, ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാം, എല്ലാം ചെയ്യാം. അതാണ് കമ്മിറ്റ്മെന്റ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാര്യയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കരുത്. നിങ്ങൾ അവരോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്, അവർ നിങ്ങളോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ മക്കളോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്, അച്ഛനമ്മയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്. ജീവിതത്തിൽ ചേരാൻ വിധിക്കപ്പെട്ടതെല്ലാം പിരിയാൻ വിധിക്കപ്പെട്ടതാണ്. ലോകത്തെന്തും അതൊക്കെ നമുക്ക് തോന്നണതാണ്. സമ്പത്ത് പിരിയാൻ വിധിക്കപ്പെട്ടതാണ്. ബന്ധങ്ങൾ, ഭാര്യ ഭർത്ത ബന്ധം എല്ലാം പിരിയാൻ വിധിക്കപ്പെട്ടതാണ്. പിരിയാന്ന് പറഞ്ഞാൽ ഡൈവോഴ്സ് ആവണമെന്നല്ല കേട്ടോ. മരിച്ചാൽ പിരിഞ്ഞില്ലേ? എൻ്റെ ചേട്ടൻ 57 വയസ്സിലാണ് മരിച്ചത്, പോയി. എൻ്റെ പെങ്ങൾ 16 വയസ്സിലാണ് മരിച്ചത്, പോയി. സോ ബിഫോർ യു, ഇപ്പം സാറിൻ്റെ ഈ ആശയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ബിക്കോസ് ദിസ് കംസ് ആസ് വെരി സ്ട്രോങ് ഫ്രം യു. അപ്പം ഞാൻ അറിയാൻ ശ്രമിക്കുന്നത് സാറിൻ്റെ ഏർലിയർ ഓൺ, സാറിൻ്റെ ഇയേഴ്സിൽ സാർ അറ്റാച്ച്മെൻറ്റിന് മുൻഗണന കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരും. ഉണ്ട്. ഇതെല്ലാം ഒരു എവല്യൂഷനാണ് കേട്ടോ. ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയില്ലേ, എനിക്ക് ജനിച്ചപ്പോൾ എൻലൈറ്റ്മെന്റ് ഉണ്ടായി. അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഓരോ കാലഘട്ടത്തിലും നമുക്കുണ്ടാകുന്ന കാഴ്ചകൾക്കനുസരിച്ച് രൂപപ്പെട്ടു വന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഇടപെടൽ നടത്തി പോകുമ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയായത്, എന്താണ് ഈ ഉത്തരത്തിൻ്റെ പിന്നിലുള്ള കാരണം, ആ ചോദ്യം എങ്ങനെയാണോ. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കിട്ടുന്ന ചില വെളിച്ചങ്ങളുണ്ട്. ആ വെളിച്ചങ്ങളിൽ നിന്ന് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. ഞാനും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം നഷ്ടപ്പെടലുകൾ എന്തുകൊണ്ടാണ്? പ്രേമിച്ചവർ പ്രേമം വിട്ടു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്. ഞാനതിനോട് യോജിക്കാത്ത ഒരാളാണ്.
എന്തുകൊണ്ടാണ് ഒരു പെണ്ണും ചെറുക്കനും പ്രേമിച്ചു, ചെറുക്കൻ വിട്ടുപോയി, പെണ്ണ് ആത്മഹത്യ ചെയ്തു. എനിക്കത് മനസ്സിലായില്ല. ചെറുക്കൻ പോയത് എന്തുകൊണ്ടാണ്? അവന് ഇതിലെന്തോ ഒരു പ്രാധാന്യം തോന്നിയില്ല, അല്ലെങ്കിൽ അവനത് വേണ്ട. ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇനി അല്ല, നിങ്ങൾ അങ്ങനെ വലിയ ജെന്യുവനായ ഒരു സ്നേഹമുള്ള ആളാണെങ്കിൽ അയാളില്ലെങ്കിലും നിങ്ങൾക്ക് അയാൾ സ്നേഹിക്കാമല്ലോ. നിങ്ങൾ അയാൾ പോയപ്പോൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടെന്നും നിങ്ങൾ വിട്ടുപോയി. അത് തെറ്റാണ് എന്നാണ്. സോ യു മീൻ ടു സേ ദാറ്റ് യു കീപ് യുവർ പേഴ്സണാലിറ്റി ഇൻടാക്ട് അല്ലേ? അപ്പോൾ ആ പേഴ്സണാലിറ്റി ഇൻടാക്റ്റ് ആയിട്ട് വെക്കണമെങ്കിൽ, ഇഫ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഓൺ ദ സെയിം പേജ് as yours, നമ്മുടെ ഡിസിപ്ലിൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് വിത്ത് us എന്നാണ് സാറ് എൻ്റെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നത് അല്ലേ? ഡിസിപ്ലിൻ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഡിസിപ്ലിനും കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ വ്യക്തിത്വപരമായതാണ്. ഈവൻ്റ് ബേസ്ഡോ തൊഴിൽ ബേസ്ഡോ അല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി. അതായത് ഞാൻ എൻ്റെ കുടുംബത്തിനോട് കമ്മിറ്റ്മെൻ്റാണ്, ജോലിയിൽ കമ്മിറ്റഡ് അല്ല എന്നൊരാൾ പറഞ്ഞാൽ പച്ചക്കള്ളാണ് അയാൾ പറയുന്നത്. അയാൾ ജോലിയിൽ കമ്മിറ്റഡ് അല്ലെങ്കിൽ അയാൾ ഭാര്യയോടും കമ്മിറ്റഡ് അല്ല. അയാൾ ജോലിയിൽ തരികിട കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുടുംബത്തിലും അത് കാണിക്കുന്നുണ്ടാവും. കാരണം അത് അയാളുടെ ഇന്നർ സാധനമാണ്. എവിടെയെങ്കിലും പുറത്ത് കാണിക്കരുത്. ഞാൻ 5 ലക്ഷം രൂപ മേടിച്ച് ട്രെയിനിങ് ചെയ്യുമ്പോൾ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, ഞാൻ എല്ലാ മാസവും ഫ്രീ ആയി ഗവൺമെൻറ് സ്കൂളിൽ ഒരു സെഷന് പോകും, അപ്പം ഞാൻ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റും വ്യത്യാസമുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി പ്രോബ്ലമാണത്. സാർ ഇപ്പോൾ ഈ കാലയളവിൽ കണ്ട ഈ ഓൺടർപ്രണേഴ്സിൻ്റെ ഇടയിൽ സാർ ഇപ്പോൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടാവും ചിലർ ബേൺ ഔട്ട് സ്റ്റേജസിലേക്കൊക്കെ എത്തുന്നത് അല്ലേ? അതിൽ നിന്ന് കുറച്ച് പേര് തിരിച്ച് വന്നിട്ടും ഉണ്ടാവും. അത് തിരിച്ച് വരവിനുള്ള കാരണങ്ങൾ എന്താണ് അവരെ സാധൂകരിച്ച് കാണുക? ലൈക്ക് വാട്ട് ഡിഡ് ദേ റിയലൈസ് ആൻഡ് ഹൗ ഡിഡ് ദേ കം ബാക്ക്? രാജാവ് എപ്പോഴാണ് പഠിക്കുക? അടി കിട്ടുമ്പോൾ പഠിക്കുക. കറക്റ്റ്. യുദ്ധങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് രാജാക്കന്മാർ പഠിക്കുന്നത്. നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവനാണെങ്കിൽ നിങ്ങൾ ചില യുദ്ധങ്ങളിൽ തോക്കും. ബിസിനസ് എന്ന് പറയുന്ന യുദ്ധങ്ങളിൽ ഇടയ്ക്ക് നിങ്ങൾ തോക്കുമ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ തിരിച്ചു വരുന്നതും. ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും. ഒരു ബന്ധം നിങ്ങളെ വിട്ടു പോകുമ്പോൾ, കോടികൾ ബാങ്ക് ബാലൻസിലുണ്ട്, രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങളെ നോക്കി ചുംബിക്കാൻ ഒരാളില്ല, അച്ഛാ സുഖാണോ എന്ന് ചോദിക്കാൻ ഒരാളില്ല. ആ യുദ്ധം തോക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. കൂടെ ആത്മാർത്ഥമായി നിന്ന ഒരുത്തൻ നിങ്ങളെ വിട്ടുപോയി, അത് നിങ്ങളുടെ ബിസിനസ്സിൽ തളർച്ചയുണ്ടാക്കി. മനുഷ്യബന്ധങ്ങളെ, പീപ്പിൾ മാനേജ്മെൻറ്റ് പ്രധാനമാണെന്ന് നിങ്ങൾ പഠിക്കും. അപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല സർവകലാശാല യുദ്ധം തോക്കലാണ്. അപ്പോൾ അതുകൊണ്ടത് ഭാഗ്യമുള്ളവർക്ക് യുദ്ധം തോൽവികൾ ഉണ്ടാവുള്ളൂ. രാജാവ് പഠിക്കും. സാറ് വളരെ ഭംഗിയായിട്ട് മറ്റേ രാജാവിൻ്റെ കഥകളിലൂടെ ആശയം വ്യക്തമാക്കി. അപ്പം അഗെയിൻ ഈ നമ്മൾ ഒരു കംബാക്ക്, ഒരു ജീവിതത്തിലൊരു കംബാക്ക്, ഒരു ഫൗണ്ടർക്ക് ഒരു കംബാക്ക് എന്ന് പറയുമ്പോഴും അതിന് ഫണ്ടമെൻ്റലായിട്ട് ആവശ്യമുള്ളൊരു കാര്യം ഇസ് ഡയറക്ഷൻ ആൻഡ് ക്ലാരിറ്റി അല്ലേ? അപ്പോൾ സക്സസ് എങ്ങനെ ഡിഫൈൻ ചെയ്താലും ഈ പറയുന്ന എൻ്റെ അടുത്ത 3-4 സ്റ്റെപ്പ് എന്തായിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യാനുള്ളൊരു ക്ലാരിറ്റി എനിക്ക് വരണമെങ്കിൽ, ആസ് എ ഫൗണ്ടർ എനിക്ക് വരണമെങ്കിൽ, നമ്മൾ പലപ്പോഴും പല വേദികളിലും ഒക്കെ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷേ യു ഷുഡ് ഹാവ് ക്ലാരിറ്റി എന്ന് പറയും. ഹൗ യു ക്യാൻ ഗെറ്റ് ഫണ്ടമെൻ്റൽ ക്ലാരിറ്റി എന്നുള്ളത് വളരെ ലെസ് ഡിസ്കസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. സാറിന് അതിലേക്ക് കുറച്ച് ചോദിച്ച ചോദ്യങ്ങളിൽ 2 തലങ്ങൾ ഞാൻ എടുക്കും. ഒന്ന്, കംബാക്ക് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാമോ? ഇപ്പം എൻ്റെ തോട്ടാണ്, അത് ഉപയോഗിക്കാമോ? കാരണം ബാക്കിലോട്ടല്ല, അയാൾ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അയാൾ തിരിച്ചുവരവല്ല, അയാൾ യഥാർത്ഥത്തിൽ മുന്നോട്ടാണ്, പ്രോഗ്രസീവാണ് അയാൾ. ഒരു തിരിച്ചറിവാണ് അയാൾക്ക്, അത് മുന്നോട്ടാണ്. രണ്ടാമത്തെ കാര്യം, ക്ലാരിറ്റി ഉണ്ടാകുന്നത് ഉത്തരങ്ങളിൽ നിന്നല്ല,
ചോദ്യങ്ങളിൽ നിന്നാണ്. ചോദ്യം ചോദിക്കാൻ പഠിച്ചാൽ ക്ലാരിറ്റി ഉണ്ടാകും. ഉത്തരങ്ങൾ പറയുമ്പോൾ ക്ലാരിറ്റി കുറയും. നമ്മളെ ചൈൽഡ്ഹുഡ് തൊട്ട് ഉത്തരങ്ങൾ പറയാനാണ് പഠിപ്പിച്ചത്, ചോദ്യങ്ങൾ ചോദിക്കാനല്ല. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ നമുക്കിഷ്ടമല്ല, ചോദ്യം ചോദിക്കുന്ന മക്കളെ അച്ഛനമ്മമാർക്ക് ഇഷ്ടമല്ല. പക്ഷേ ഉത്തരങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെ വലിയവനാക്കിയിട്ടില്ല, ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്, ഞാൻ ക്രിയേറ്റീവ് ആവാണ്, നിങ്ങൾ എന്നെ സഹായിക്കുകയാണ്. ഞാൻ ഉത്തരം പറഞ്ഞ് നിർത്തിയാൽ നിങ്ങൾക്ക് സംതൃപ്തമായി, നിങ്ങളുടെ വർക്ക് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നൊരു കൾച്ചർ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ എന്നോട് ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനാണ് ഞാൻ അവിടെ പോകുന്നത്? എന്നെ ഇങ്ങനെ പലരും വിളിക്കും. അപ്പം ഞാൻ തിരക്ക് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറയും. എന്തിനാണ് ഇവിടെ പോകേണ്ടത്? എന്താണ് ഞാൻ പറയേണ്ടത്? എന്തു തരം ചോദ്യങ്ങളായിരിക്കും അദ്ദേഹം ചോദിക്കാൻ പോകുന്നത്? ഇതൊക്കെ അറിയണമെങ്കിൽ ഞാൻ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് എനിക്ക് വ്യക്തത വരിക. എപ്പോൾ നിങ്ങൾക്ക് വ്യക്തത വരുന്നുവോ അപ്പോൾ നിങ്ങൾ ഭയങ്കര കൺവിൻസ്ഡ് ആയിരിക്കും, കോൺഫിഡൻസ് ആയിരിക്കും. മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നു, തള്ളിക്കളയുന്നു, ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. സാർ ഒരു ഇൻസ്റ്റൻസ്, ഒരു കഥ പറഞ്ഞില്ലേ മുമ്പ്, അതായത് ഓഫ് ക്യാമറ യു ടോൾഡ് മീ എ സ്റ്റോറി, അതൊന്ന് നമുക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ പലപ്പോഴും ഞാൻ എൻ്റെ ട്രെയിനിങ് കരിയർ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നില്ല. അതിന് പല കാരണങ്ങൾ. ഒന്ന്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ എനിക്ക്. ഒരു MBA ഒക്കെ ഫോർമൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. രണ്ട്, ഒരു എഡ്യൂക്കേറ്റഡ് ഫാമിലി എന്നല്ല ഞാൻ വരിക, ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല. പിന്നെ എൻ്റെ ഒരു ശരീരഘടന, ഇപ്പം ഞാൻ കുറച്ചും കൂടി തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അന്നൊരു സാധാരണ ചെപ്പലും ഒരു പഴയ ഷർട്ടും ഒരു തുണി സഞ്ചിയും താടിയൊക്കെ ആയിട്ടാണ് പോവുക. അപ്പോൾ എൻ്റെ ശരീരഘടന ആ പ്രൊഫഷന് പറ്റിയതല്ല. ലാംഗ്വേജുകൾ ഇപ്പോഴും ഒരു ഭാഷയും നന്നായി സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്നതാണ് എന്നെ ചുറ്റിയുള്ളവരുടെ അഭിപ്രായം. എൻ്റെ മലയാളത്തിൽ തെറ്റുകളുണ്ട്, ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. എൻ്റെ തമിഴിൽ തെറ്റുകളുണ്ട്, ഞാൻ മലയാളി ആയതുകൊണ്ട്. എൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ ഉറപ്പായി തെറ്റുകളുണ്ട്, കാരണം എനിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരിക്കലും നന്നായി വഴങ്ങിയിട്ടില്ല. ഇതെല്ലാം എൻ്റെ പരിമിതികളായി അവർ കണ്ടു, ആളുകൾ പറയുന്നവരാണ്. പക്ഷേ ഞാൻ അതിനെ കാണുന്നത് ആ അർത്ഥത്തിലല്ല. നീഡ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലിമിറ്റേഷൻസ് എന്നാണ്. ആവശ്യങ്ങൾ പരിമിതികൾക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എൻ്റെ ആവശ്യങ്ങൾ കൂടുതലാണ്. ഞാൻ ആവശ്യങ്ങളിൽ കൺവിൻസ്ഡ് ആണ്. ലോകം എതിർത്താലും ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് എന്നെ കൂടുതൽ ശക്തി പകർന്നത് ആ ഇൻസിഡൻ്റാണ്. ഞാൻ മറൈൻ ഡ്രൈവിൽ 10-25-28 കൊല്ലം മുമ്പ് വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു തവണ ഇരുന്നപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി, സുന്ദരി എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് അബ്സല്യൂട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഇന്നത്തെ സങ്കല്പത്തിൽ സുന്ദരി എന്ന് പറയപ്പെടുന്ന ആ അർത്ഥത്തിലുള്ള ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ബൈബിൾ പ്രചാരകരായിട്ട് വരുമല്ലോ, അങ്ങനെ പറയാണ്. എന്നിട്ട് അവൾ എനിക്കൊരു ലീഫ്ലെറ്റ് തന്നു. അപ്പോൾ ഞാനിതെല്ലാം കേട്ടു. ഞാൻ അത് മേടിച്ച് കയ്യിൽ വെച്ചു. അപ്പോൾ ഈ പ്രവർത്തനം തുടരുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തൊരു 3 ചെറുപ്പക്കാരിരിപ്പുണ്ട്. അവളോട് ചെന്ന് അവർ ഇതെല്ലാം പറയാണ്. അപ്പോൾ അവൾ ചെറുപ്പക്കാരുടെ ആൺകുട്ടികളുടെ ഒരു ഇവളെ കളിയാക്കി, ഇവളെ നീ എങ്ങനെയാണ്, നീ ഒറ്റയ്ക്കാണോ, ഞങ്ങളും കൂടെ വരട്ടെ, നമുക്കൊന്നിച്ച് നിന്നെ എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നൊക്കെ ചോദിച്ച ഇവന്മാർ. അപ്പം ഇവൾ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ബൈബിൾ പറയും, നിങ്ങൾ ഇതെങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞ് അവൾ അടുത്തള്ളിക്ക് പോയി. ഈ കാഴ്ച കഴിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇതേപോലെ ഞാൻ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ തിരികെ എൻ്റെ അടുത്ത് തന്നെ വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ
അവർക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്നോടിത് പറഞ്ഞതാണ് കേട്ടോ, നന്ദിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ഓ എന്ന് പറഞ്ഞിട്ട് അവർ അടുത്തവർക്ക് പോവാണ്. പോകുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കൊരു സംശയം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളെ എൻ്റെ അടുത്തിരുന്ന 3 പേർ ഭയങ്കരമായി കളിയാക്കുന്നത് കണ്ടു. ഈ ആഴ്ചയും നിങ്ങൾ തിരികെ ഇതുമായി വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്കിതിന് എന്തെങ്കിലും പാരിതോഷികം കിട്ടുന്നുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ പോകാൻ കാരണം? ആ പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടിയാണ്, ഒരു 10-20 വയസ്സ് കാണും, 21 വയസ്സ് കാണും. അവൾ എന്നോടൊരു വാചകം ഒന്ന് ആലോചിക്കാതെ പറഞ്ഞു. ആ വാചകം ഇതായിരുന്നു, ഞാൻ എൻ്റെ ബോധ്യം പറയുമ്പോൾ ആരെന്നെ കളിയാക്കിയാൽ എനിക്കെന്താണ് എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ കടന്നുപോയി. ആ ഉത്തരം അതിശക്തമായ ഉത്തരം, ഈ വെർബൽ ഹാമറിങ് എന്നൊക്കെ പറയും, ചുറ്റിക കൊണ്ട് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു അടിയായിരുന്നു അത്. ബോധ്യം വന്നു കഴിഞ്ഞാൽ ലോകം നമ്മളെ കളിയാക്കിയാലും നമുക്ക് ഈ ബോധ്യം വരുന്നത് വ്യക്തതയിൽ നിന്നാണ്. ആ വ്യക്തതയാണ് ആളുകൾക്കില്ലാത്തത്. ആ വ്യക്തത വരണമെങ്കിൽ നിങ്ങൾ കണ്ടമാനം ചോദ്യങ്ങൾ ചോദിക്കണം. പ്രത്യേകിച്ച് പുറത്തേക്കുള്ള ചോദ്യങ്ങളല്ല, അകത്തേക്കുള്ള ചോദ്യങ്ങൾ. ഇൻട്രോസ്പെക്ഷൻ അല്ലേ? ഇന്നിപ്പം സാർ ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ഓഫ് ഫൗണ്ടേഴ്സിനെയൊക്കെ സാറ് കാണാറുണ്ട്. അവരിൽ ഈ പറയുന്ന പോലെ സാറ് കണ്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പം ഇപ്പം ദ ന്യൂ ജനറേഷൻ വിച്ച് ഇസ് കമ്മിങ് ഔട്ട്, റൈറ്റ് ഓർ റോങ്, ദേ ഹാവിങ് an absolute conviction on what they want to do. അപ്പോൾ അത് പലപ്പോഴും ഇറ്റ് ക്യാൻ ബി ഓൾസോ മിസ്റ്റേക്കൺ ഫോർ ക്ലാരിറ്റി അറ്റ് ടൈംസ്. അവിടെയാണോ ഒരു മെൻറ്ററിൻ്റെ റോൾ വരുന്നത്? ഒരു മെൻറ്ററിൻ്റെ റോൾ എത്രത്തോളം പ്രസക്തമാണ്? ഇപ്പോൾ സാറിൻ്റെ ലൈഫിൽ യു ആർ വെരി ഇൻക്ലൈൻ ടു പ്രാക്ടിക്കൽ ലേണിംഗ്, യു ആർ വെരി ക്യൂറിയസ്, യു ഗോ ആഫ്റ്റർ തിങ്സ്, ഒത്തിരി ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുകയും ഈ ഇൻട്രോസ്പെക്ഷൻ ഒരു പരിധിവരെയൊക്കെ ഉണ്ടാവുമായിരിക്കും, ബട്ട് വാട്ട് ഇറ്റ് ഡസ് ടു ദം ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ടേക്ക് ദം ഫോർവേഡ് എന്നുള്ള ബോധ്യം ചിലപ്പോൾ ആൾക്കാർക്ക് കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഈ മെൻറ്ററിൻ്റെ റോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഒരു ഫൗണ്ടറിൻ്റെ ജേർണിയിൽ ഒരു മെൻറ്ററിൻ്റെ റോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, കണ്ടുമുട്ടേണ്ടവരെ ശരിയായ സമയത്ത് കണ്ടുമുട്ടുക എന്നതാണ്. അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. ചില കണ്ടുമുട്ടലുകൾ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിക്കളയും. നമ്മൾ അമ്പലത്തിലും പള്ളിയിലും പോയി പ്രാർത്ഥിക്കേണ്ട ഏക കാര്യം, എൻ്റെ ശരിയായ സമയത്ത് ശരിയായ ആളുകളെ എന്നെ ഒന്ന് കണ്ടുമുട്ടിച്ച് തന്നേക്കണേ, അവർ നമ്മളറിയാതെ നമ്മളെ സ്വാധീനിച്ചു കളയും. അപ്പോൾ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ മെൻറ്റർ നല്ലതാണെങ്കിൽ, ആ മെൻറ്റർ സെലക്ട് ചെയ്യുമ്പോഴും നോക്കേണ്ടത് മെൻറ്ററിൻ്റെ വാല്യൂ സിസ്റ്റം നമ്മുടെ വാല്യൂ സിസ്റ്റം കറക്റ്റാണോ. ഓക്കെ. ഉദാഹരണം, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന വാല്യൂ സിസ്റ്റമുള്ള ഒരു എൻ്റർപ്രണർ മധു ഭാസ്കറിൻ്റെ അടുത്ത് വന്നാൽ അയാൾ ഭയങ്കര നിരാശനായിരിക്കും. അയാൾ വിചാരിക്കുക ഇയാളെ കൊണ്ട് ഒരു ഗുണവുമില്ല, അയാൾ എന്തൊക്കെയാണ് പറയണേ, ഇതൊന്നും പ്രാക്ടിക്കലി നടക്കില്ല എന്നയാൾ പറയും. കാരണം നമ്മൾ അടിസ്ഥാനപരമായി 2 ഫ്രെയിമിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു മെൻറ്ററെ കണ്ടെത്തുമ്പോൾ ആദ്യത്തെ മാനദണ്ഡം നമ്മുടെ വാല്യൂ സിസ്റ്റമാണോ അയാളുടെ, ഇല്ലെങ്കിൽ ആ വാല്യൂ സിസ്റ്റത്തിനെ ഒരു ഓപ്പൺ ഇതിൽ കാണാൻ നിങ്ങൾ തയ്യാറാണോ. 2, അയാളുടെ കേപ്പബിലിറ്റി എന്താണ്, നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള സാധനം അയാൾക്കുണ്ടോ. ഇത് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താം. ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് ആളുകൾ പറയുന്ന ഒരു അഭിപ്രായം, അവർ കമ്മിറ്റഡ് അല്ല, അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും. ഈ പല അച്ഛന്മാർ പറയും, അവൻ ആ സ്ഥാപനത്തിൽ 5 മണിക്ക് പോകും, എന്താണ് അവൻ, ഞാൻ ഈ രാത്രി 12 മണി വരെ പണിയെടുക്കും എന്നൊക്കെ ഇവർ പറയും. ഒട്ടും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. അത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഡിസേബിളായിട്ടാണ് കാണുന്നത്, ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടല്ല കാണുന്നത്. പ്രശ്നം തുടങ്ങുന്നത് അവിടെയാണ്. എൻ്റെ ഓഫീസിൽ ഒരു 25 വയസ്സുകാരിയുണ്ട്.
20 വയസ്സിൽ എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയതാണ്. ഫസ്റ്റ് ജോബാണ്. സൊണാലി എന്നാണ് പേര്. നിങ്ങൾ ഒരു 45 വയസ്സുകാരനായ ഒരു ജോലിക്കാരന് കാണാത്ത കമ്മിറ്റ്മെൻറ്റ്, പക്വത, സ്ഥാപനത്തിനോടുള്ള കൂറ്, ഇതാ പെൺകുട്ടിക്കുണ്ട്. വാല്യൂ സിസ്റ്റംസ് ആയിട്ട് അലൈൻ ആയ കാരണം എവറിത്തിങ്. അവൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ അസറ്റാണെന്ന് ഞാൻ പറയും. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞത് ആ യങ് ജനറേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ 45 വയസ്സുകാരുണ്ട്, 40 വയസ്സുകാരുണ്ട് എൻ്റെ സ്ഥാപനത്തിൽ. ഞാൻ ഈ ചെറുപ്പക്കാരിയെക്കുറിച്ച് പറയാൻ കാരണം അവൾ ജെൻസി ആയതുകൊണ്ട് പറഞ്ഞു. ജെൻസി കമ്മിറ്റഡ് അല്ല. ജെൻസി ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യില്ല. രാത്രി 11-12 മണിക്കും അവൾ റെസ്പോണ്ട് ചെയ്യും. അത് അവളുടെ സ്ഥാപനമുണ്ട്. അതാണ് അവളുടെ തോട്ട്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ. 29 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുണ്ട്, കൃഷ്ണേന്ദു എന്നാണ് പേര്. അങ്ങനെയാണ് അവളുടെ സ്ഥാപനമാണ്. അപ്പോൾ അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡാണ്. ഇപ്പോൾ ഉദാഹരണം, സൊനാലിക്കുള്ള ചില സ്കില്ലുകൾ എനിക്കില്ല, എന്നാൽ എനിക്കുള്ളൊരു കോൺസെപ്ച്വൽ സ്കില്ലും ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ സൊനാലിക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇതൊരു മ്യൂച്വൽ സാധനമാണ്. പ്രത്യേകിച്ച് ഒരു നല്ല ഓൺട്രപ്രണർ നല്ലൊരു മെൻറ്ററായിരിക്കും കൂടെയുള്ള ആൾ. അദ്ദേഹം ഒരു മെൻറ്ററെ കൂടെ കൊണ്ടുനടക്കാൻ നല്ലതാണ്. ആളുകൾ ചോദിക്കും, മധു ഭാസ്കരൻ 2300 കോടിക്കാരനെ പഠിപ്പിക്കാൻ തനിക്കെന്താണ് ടേൺ ഓവർ? ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരാണ് മെസ്സിയും റൊണാൾഡോയും, അവർക്ക് എന്തിനാണ് ഒരു കോച്ച്? ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. ഉത്തരം ലളിതമാണ്. കോച്ചിൻ്റെ കാഴ്ചയല്ല കളിക്കാരൻ്റെ കാഴ്ച. കോച്ചിൻ്റെ റോളല്ല കളിക്കാരൻ്റെ റോൾ. റോൾ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കൺഫ്യൂഷൻ. എല്ലാം വന്ന് ഡിസ്റ്റിൽ ചെയ്ത് നിൽക്കുന്നതും ഈ ക്ലാരിറ്റിയിലാണ്. അറ്റ് ഓൾ പോയിന്റ്സ്, അറ്റ് ഓൾ സ്റ്റേജസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ പോകില്ല, പോയാലും പരാജയപ്പെടും. അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് 3 steps ഷുഡ് ബി വിസിബിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു, അല്ലേ? സ്റ്റെപ്സ് മാത്രമല്ല, സ്റ്റെപ്സ് എന്ന് പറയുന്നത് കുറേയും കൂടി സ്പെസിഫിക് ആണ്. ഞാനിവിടെ പോകണം, ഞാനിവിടെ എന്തിനു പോകണം എന്നത് ചിലപ്പോൾ അതിന് രൂപമില്ല. അതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഞാൻ എന്തിനാ പോണേ, എന്തിനാ 3 സ്റ്റെപ്പ് പോണേ? വിഷനും പർപ്പസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ വിഷൻ മിഷൻ എന്ന് പറഞ്ഞ വാക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കായതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല. പകരം ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് കോർ പർപ്പസ്. വാട്ട്സ് യുവർ കോർ പർപ്പസ്, വാട്ട്സ് ദ കോർ പർപ്പസ് ഓഫ് യുവർ ഓർഗനൈസേഷൻ, അതാണ് ആ വാക്ക്. പിന്നെ രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ലോങ് ടൈം ഗോൾസ്. ലോങ് ടൈം ഗോൾസ് മീൻസ് 10 years, 15 years, 20 years. അതാണ് മൂന്നാമത് വാല്യൂസ്. ഇനി മിഷൻ്റെ വാക്ക് പറഞ്ഞാൽ എൻ്റെ അർത്ഥത്തിൽ ആ ലോങ് ടൈം ഗോളിനെ ഞാൻ വിഷൻ എന്ന് വിളിക്കുന്നു, ഈ കോർ പർപ്പസിനെ ഞാൻ മിഷൻ എന്ന് വിളിക്കുന്നു. പക്ഷേ അത് പൊതുവേ അങ്ങോട്ട് ഇങ്ങോട്ട് വലിയ തർക്കമുള്ള വിഷയമാണ്, അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാൻ. കോർ പർപ്പസ്. Okay. What's your core purpose? That is something, again, sir നേരത്തെ പറഞ്ഞ പോലെ, these are questions to ponder and keep diving inward, അല്ലേ? അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എന്നാൽ അതിൻ്റെ കോർ എലമെൻറ്റ്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു 22 കൊല്ലം മുമ്പാണ് ആദ്യമായിട്ടൊരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുന്നത്. സമഗ്ര.org എന്നാണ് അതിൻ്റെ പേര്. അന്ന് ചെയ്തത് 10-20 കൊല്ലമായിട്ടുണ്ടാവും. അന്ന് എനിക്ക് MG റോഡിലൊരു ചെറിയ ഇതുണ്ടായിരുന്നു, ഒരു ഓഫീസ്. അവിടെ റെൻറ്റിന് വന്ന് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന പിള്ളേരാണ് എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുന്നത്. ആ വെബ്സൈറ്റിൽ ഞാനൊരു പർപ്പസ് എഴുതിയിട്ടുണ്ട്. ആ പർപ്പസ് ഏകദേശം ഇന്ന് സമഗ്രയുടെ പർപ്പസാണ്. ആ പർപ്പസ് ഇങ്ങനെ ലളിതമായി പറഞ്ഞാൽ എങ്ങനെയാണ്, മനുഷ്യൻ അനന്ത സാധ്യതയുള്ളവനാണ്. അനന്ത സാധ്യതയെ കണ്ടെത്തലും കണ്ടെത്തി കൊടുക്കലുമാണ് എൻ്റെ പർപ്പസ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ, എൻ്റെ ഭാര്യയോട് സംസാരിച്ചാൽ, എൻ്റെ മക്കളോട് സംസാരിച്ചാൽ, എൻ്റെ ജീവനക്കാരോട് സംസാരിച്ചാൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ അനന്ത സാധ്യതയുള്ളവനാണെന്നും
നിങ്ങളുടെ ഈ സാധ്യതയെ കണ്ടെത്താൻ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? അതാണ് എൻ്റെ പണി. സാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠം എന്താ? ഒരു പാഠമില്ല, നിരന്തരമായ പാഠങ്ങൾ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഒരു പാഠമായിരിക്കും, അവിടുന്ന് പോകുമ്പോൾ പാഠമാണ്. ഒരു സിംഗിൾ പാഠങ്ങളല്ല. ജീവിതം ഒരു വലിയ പഠനശാലയാണ്. നമ്മൾ നിരന്തരമായി പഠിക്കുന്നു. നമ്മുടെ മുമ്പിൽ കാണുന്നവരെല്ലാം നമ്മുടെ അധ്യാപകരാണ്. അത് നമുക്ക് ദ്രോഹം ചെയ്യുന്നവരും നമുക്ക് അധ്യാപകരാണ്. അവർ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് നമ്മളെ. എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ സാറിന്? റിഗ്രറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ലൈഫിൽ. റിഗ്രറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പാഠങ്ങളാണ് കേട്ടോ, കുറ്റബോധങ്ങളല്ല. എനിക്ക് കുറ്റബോധമില്ല. ഞാൻ ചെയ്ത തെറ്റുകളിൽ പോലും എനിക്ക് കുറ്റബോധമില്ല. എന്തുകൊണ്ടാണ് കുറ്റബോധമില്ലെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു കാര്യം അറിയാം, കഴിഞ്ഞു പോയത് കറക്റ്റ് ചെയ്യാനില്ല. അതിന് പഠിക്കാനേ ഉള്ളൂ. കഴിഞ്ഞു പോയതിൽ കുറ്റബോധവുമായി ഞാൻ ജീവിച്ചാൽ വർത്തമാനകാലത്തിലും ഭാവിയിലും ഞാൻ ക്രിയേറ്റീവ് ആവില്ല. ഈ കുറ്റബോധമാണ് ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കുന്നത്. കുറ്റബോധത്തിൽ ഭയങ്കര എനർജി നഷ്ടപ്പെടും. ഞാൻ അത് ചെയ്യരുതായിരുന്നു, ഞാൻ അത് പറയേണ്ടായിരുന്നു, ഞാൻ ആ ബന്ധം വേണ്ടായിരുന്നു. ഇത് പറഞ്ഞ് എൻ്റെ എനർജി ഞാൻ ചോർത്ത് കളയാണ്. അപ്പം എന്താ സംഭവിക്കുക? വർത്തമാനകാലവും പോയി, ഭാവിയും പോയി. അപ്പം കുറ്റബോധമില്ല. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത പല തെറ്റുകൾ എന്നെ ഭയങ്കരമായി പഠിക്കും. ഉദാഹരണം, ഞാൻ സാമ്പത്തികമായി വമ്പിച്ച പരാജയമായിരുന്നു 2003 വരെ. കഠിനാധ്വാനം ഒരാളെ സമ്പത്തുള്ളവനാക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം 2003 വരെയും ഞാൻ ഭയങ്കര കഠിനാധ്വാനിയായിരുന്നു. പക്ഷേ ഞാൻ പൂജ്യമായിരുന്നു സാമ്പത്തികമായി. കാരണം എനിക്ക് സാമ്പത്തിക വിദ്യാഭ്യാസം അറിയില്ലായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്ന അവിടെ വെച്ചാണ്. ആ ചോദ്യം ഞാൻ ചോദിച്ചു. ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഗതികെട്ട് നടക്കാണ്. 100 രൂപ വീട്ടിൽ കാര്യം മേടിക്കാൻ പൈസ ഇല്ല. എന്ത് ജീവിതമാണത്? ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്, ജീവിതത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് നീ കാണിച്ചിട്ടുണ്ട്. ഞാനതെല്ലാം അങ്ങനെ എഴുതിയെടുത്തു. 2004 ശേഷം ഇപ്പം 2026, 22 കൊല്ലങ്ങൾ കഴിഞ്ഞു. എൻ്റെ സാമ്പത്തിക ജീവിതത്തിന് 22 കൊല്ലത്തെ ജീവിതമേ ഉള്ളൂ. ഈ 22 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ കാശ് കട വാങ്ങിച്ചിട്ടില്ല. 22 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, ആത്മവിശ്വാസം കൊണ്ട് പറയുന്നതാണ്. കാരണം അന്ന് വരെ ജീവിച്ച ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പോയാൽ സാമ്പത്തികമായി നമ്മൾ മുന്നോട്ട് പോവില്ല എന്ന് ക്ലാരിറ്റി. അതെ, അത് എനിക്ക് 22 വയസ്സുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ലെവലായിനെ. എനിക്ക് ഇന്ന് ഓർത്തിട്ട് അയ്യോ അത് 33 വന്നുള്ളൂ. ഞാൻ 38 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ ലേറ്റ് അല്ലേ? ഞാൻ എന്ത് ചോദ്യമാണോ താൻ ചോദിക്കുന്നത്? ആർക്കാ ലേറ്റാന്ന് തോന്നണത്? എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും തോന്നിയിട്ടില്ല. പുറത്ത് നിൽക്കുന്ന നിനക്ക് തോന്നുന്നത് എന്തുമല്ല അപരാധമാണ്. ഞാൻ ജനിച്ചത് കല്യാണം കഴിക്കാനല്ല, എൻ്റെ ഡെസ്റ്റിനേഷനും അതല്ല. കല്യാണം ഒരു മൈൽ സ്റ്റോണാണ്. അല്ലാണ്ട് ഞാൻ പഠിക്കുന്നതും ഞാൻ ജോലിക്ക് കയറുന്നതും ഒരു നല്ല പെണ്ണിനെ കല്യാണം കഴിക്കാനല്ല, നല്ല ചെറുക്കനെ കല്യാണം കഴിക്കാനാണെന്ന് പറയുന്നത് ഭൂലോക മണ്ഡലത്തിലാണ്. അപ്പോൾ 38 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ചില ആളുകൾക്ക് അത് തെറ്റാണ്, എന്നെ അപേക്ഷിച്ച് തെറ്റല്ല. ലേറ്റ് മാരേജ് ആണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കറക്റ്റ് ടൈമിലാണ് മാരേജ്. ലേറ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റബോധമാണ്. കുറച്ച് നേരത്തെ കഴിക്കായിരുന്നു, കൊച്ചിന് വയസ്സ് എന്താ പറ്റ. എനിക്ക് 55 വയസ്സ്, എൻ്റെ മൂത്ത മോന് 15 വയസ്സ്. അപ്പോൾ മോക്ക് 13 വയസ്സ്. ഈ മോള് കല്യാണം കഴിക്കുന്ന സമയത്ത് നീ ജീവിച്ചിരിക്കുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ചോദിക്കും, 26 വയസ്സായ നാളെ നിങ്ങളുടെ മോളുടെ കല്യാണമാണ്, നാളെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടോ? എന്ത് പൊട്ട ചോദ്യമാണ് ആളുകളുടെ ചോദ്യം. സാർ പറഞ്ഞത് തന്നെയാണ്, ലൈഫ് ഇസ് ദ യൂണിവേഴ്സിറ്റി അല്ലേ? ആൾക്കാർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ. അതെ, ആ തിരിച്ചറിവ് അല്ലേ? സോ ഐ തിങ്ക് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേ ടു സം അപ്പ് ദി കോൺവെർസേഷൻ ഓൾസോ. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കോൺവെർസേഷൻസിൽ നമ്മൾ തിരിച്ചു വരുന്നത് ആ ഫണ്ടമെൻ്റൽ ചോദ്യത്തിലേക്കാണ്. ഡു യു ഹാവ് ഇനഫ് ക്ലാരിറ്റി? ആർ യു ആസ്കിങ് യുവർ സെൽഫ് ഇനഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. താങ്ക് യു സർ ഫോർ ഷെയറിങ് ദിസ് ടൈം വിത്ത് അസ്. താങ്ക് യു സോ മച്ച്. ഇവിടെ വരുന്നവരുടെ അടുത്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഇറ്റ്സ് എ പ്രാക്ടീസ്. സാറ് നമ്മുടെ വീഡിയോസിലും കണ്ടു കാണും. അതായത് ഇവിടെ ഒരു ജേർണലുണ്ട്. അപ്പോൾ ഇതിനകത്ത് വി ആസ്ക് യു ടു റൈറ്റ് എ നോട്ട്. ആ നോട്ട് എന്ന് പറയുന്നത് ഇന്ന് പ്രശസ്തനായ മധു ഭാസ്കർ
ഓഡിയൻസിനോട് പറയാനുള്ളതല്ല, എൻ്റെ അടുത്തും പറയാനുള്ളതല്ല. മധു സാറിൻ്റെ യങ്ങർ സെൽഫിനോട് എന്താണ് പറയാനുള്ളതെന്ന് എനിക്കൊന്ന് എഴുതി തരണം. ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും വെരി യങ്ങാണ് കേട്ടോ. 55 ഇതിലും വയസ്സ് ചെറുപ്പം എന്ന് പറയണ്ട. 55 ഇയർ യങ് അല്ല, ഞാൻ പറയാം 55 വയസ്സ് സർട്ടിഫിക്കറ്റിൽ വന്ന എററാണ്. അത് അവർ ഓരോരുത്തരുടെ ജോലിയാണല്ലോ അത് അന്ന് ചെയ്തവരുടെ ജോലി അവരത് നിർവഹിച്ചു. ഞാൻ അന്ന് മെറിറ്റിലൊക്കെ പഠിച്ച ആ പയ്യൻ, ആ പയ്യൻ ഇങ്ങനെ ലോകം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, ഒരുപാട് സാധ്യതകൾ. യു ടോൾഡ് മീ യു ആർ എ റിബൽ, യു ക്വസ്റ്റ്യൻഡ് എവറിത്തിങ്. ആ പയ്യനോടാണ് ഞാൻ എന്തെങ്കിലും ഇന്ന് പറയാനുള്ളത് എന്താണെന്നൊന്ന് എഴുതരാൻ പറയുന്നത്. എഴുതാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.